ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് ഇതുപോലെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്രോക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡിൽ നമുക്കിത് ചെയ്തെടുക്കാം. ഞാനിതവിടെ ഇങ്ങനെ 2 ഗ്രാനി സ്ക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഏതെങ്കിലും ഈ ഗ്രാനി സ്ക്വയറിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് നമ്മൾ ഏത് കളറാണോ, ഇപ്പോൾ വൈറ്റ് കളറാണ് നമ്മൾ ബേസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു കോർണറിൽ, ഈ ഒരു കോർണറിൽ ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. അതിന് ശേഷം കുറച്ച് ടൈലൻ്റ് അധികം എടുത്തിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു 30 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 12 13 14 15 16 17 18 19 20. അപ്പോൾ ഞാനിവിടെ 30 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ മടക്കി വെക്കുക. എന്നിട്ട് നമുക്ക് മെഷർമെൻറ്റ് ഒന്ന് നോക്കുക. എനിക്കിവിടെ 9 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഈ ഒരു എൻഡിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇത് എത്ര ഉണ്ടെന്ന് നോക്കാം. ഇതൊരു 3 ഇഞ്ചാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ 3 ഇഞ്ചും പിന്നെ ഇതിൻ്റെ ഒരു 4 ഇഞ്ച്, 3 4 ഇവിടെ 7 ഇഞ്ചാണുള്ളത്. അതുപോലെ ഒരു 3 ഇഞ്ച് ഇവിടേക്കും വരുമ്പോൾ ഏകദേശം 10 ഇഞ്ച് 9 ഇഞ്ച് ആ ഒരു രീതിക്ക് വരും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത് ആ ഒരു മെഷർമെൻറ്റിനനുസരിച്ചിട്ട് ഇവിടെ ചെയിൻ സ്റ്റിച്ച് ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ 30 ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ആദ്യം നമുക്ക് എത്ര ചെയിൻ സ്റ്റിച്ചാണോ ചെയ്തിട്ടുള്ളത് ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ മെഷർമെൻറ്റ് എടുക്കുക. ഇപ്പോൾ 2 ആണെങ്കിൽ ഇവിടെയും 2 ഒന്ന് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. 2 ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കിവിടെ 9 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ എനിക്കിവിടെ 9 ഇഞ്ച് മതി. അപ്പോൾ നിങ്ങൾക്ക് അതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചെയിൻ സ്റ്റിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. 30 ഉള്ളത് 40 50 ഒക്കെ ആക്കി കൊടുക്കുക. അല്ലെങ്കിൽ കുറവാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ചെയിൻ സ്റ്റിച്ച് 10 15 അങ്ങനെ ഇട്ടിട്ട് ചെറുതാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ മെഷർമെൻറ്റ് ഇവിടെ ഈ നമ്മളെ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് കിട്ടാനാണ് നമ്മളിങ്ങനെ ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 30 എണ്ണം ആക്കിയപ്പോൾ എനിക്ക് കറക്റ്റാണ്. ഇനി ഞാൻ ഈ ഭാഗം ഒന്ന് മറിച്ച് വെക്കുകയാണ്. ഇത് ബാക്ക് സൈഡാണ്. അതുപോലെ ഇത് ബാക്ക് സൈഡും ഇത് ബാക്ക് സൈഡും ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ഫ്രണ്ട് സൈഡാണ് കിട്ടിയിട്ടുള്ളത്. അതിന് ശേഷം നമുക്ക് ഈ ഒരു ഫ്രണ്ട് സൈഡിലേക്ക് ഈ ഒരു കോർണറിലേക്ക് നമുക്ക് ഈ ഒരു യാണ് എടുത്തിട്ട് നമുക്കൊന്ന് ചെയിൻ 1 ചെയ്തിട്ട് ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതിവിടെ ജോയിൻ ആയിട്ടുണ്ട്. ഇനി ചെയിൻ 1 ചെയ്തിട്ട് നമുക്ക് യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. യാണ് കട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ഭാഗം ഇത് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇവിടെ ആഡായി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമ്മളിപ്പോൾ ഇവിടെ എത്ര ചെയിൻ സ്റ്റിച്ചാണോ ഇട്ടത് അത്രയും ചെയിൻ സ്റ്റിച്ച് ഈ ഒരു ഭാഗത്തും ഇടുക. ഇത് വേറെ മോഡലിൽ ചെയ്യുക. ജോയിൻ ചെയ്തിട്ട് സ്കേർട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. പക്ഷേ ഒന്നുകൂടി എളുപ്പമുള്ള രീതിയിലായിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ ഞാൻ 30 ചെയിൻ സ്റ്റിച്ചാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ ഇങ്ങനെ വന്നിട്ട് ഇവിടെയുള്ള ഈ ഒരു കോർണറിൽ ഇവിടുന്ന് ഇങ്ങനെ നേരെ ഇവിടെ വരുന്ന ഒരു കോർണർ ഉണ്ടല്ലോ, ഈ കോർണറിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് എത്ര ചെയിൻ സ്റ്റിച്ചാണോ മറ്റേ ഭാഗത്തിട്ടത് അത്രയും ചെയിൻ സ്റ്റിച്ച് ഇവിടെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 30 ഇട്ടത്. അപ്പം 30 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ബാക്ക് സൈഡിലേക്ക് വെച്ചിട്ട് നമുക്ക് ഈ ജോയിൻ ചെയ്ത ഭാഗം ഇങ്ങനെയുള്ള ഭാഗം 2 യാണുണ്ടാവും. ഈ യാണൊക്കെ ഒന്ന് കൂട്ടി കെട്ടി കൊടുക്കുക. അല്ലെങ്കിൽ ആ ജോയിൻ ചെയ്തൊക്കെ ഊരി പോവാൻ ചാൻസ് ഉണ്ട്. ഈ ഭാഗത്ത്
യാണ് നമ്മൾ ഈ ഒരു യെല്ലോ യാണ് വെച്ചിട്ടാണ് കൂട്ടിക്കെട്ടി കൊടുക്കുന്നത്. ബാലൻസ് വരുന്നതാണ് നമുക്ക് കട്ട് ചെയ്യാം. അതുപോലെ ഈ ഒരു ഭാഗത്തും നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് നല്ലോണം ഇവിടെ ടൈറ്റായി നിന്നോളൂ. ഇത് ഈ ഭാഗത്തും അങ്ങനെ തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ബാക്ക് സൈഡിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഇവിടെ ടൈറ്റാക്കി കൊടുക്കുക. അല്ലെങ്കിൽ അതിങ്ങനെ ഇവിടുന്ന് ഊരി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ബോഡി പാർട്ടിൻ്റെ അപ്പർ പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് ടൈലൻഡ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ ഈ ഒരു സ്പേസിൽ നിന്ന് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ കോർണറിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ടൈലൻഡ് അധികം എടുത്തിട്ട് 1 2 3 ചെയിൻ ചെയ്യുക, ഒരു DC ചെയ്യുക, ചെയിൻ 2 ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ നമുക്ക് 2 DC കൂടി ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയ ഒരു ഫാൻ സ്റ്റിച്ചാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഒരു ഫാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത 4 ചെയിനിലും ഓരോ DC വീതം ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു DC ചെയ്യുക 1. അടുത്ത ചെയിനിൽ സെക്കൻഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു DC ചെയ്യുക. അതുപോലെ തേർഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു DC ചെയ്യുക. ഫോർത്ത് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു DC ചെയ്യുക. 4 DC ഒരു ഫാൻ സ്റ്റിച്ചാണ് നമ്മൾ ഈ റൗണ്ടിലെ പാറ്റേൺ എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് വേണം അത് ചെയ്യാൻ കേട്ടോ. അടുത്ത ചെയിനിൽ നമ്മൾ 2 DC ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ 2 DC, ചെയിൻ 2 DC ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ 2 DC, ചെയിൻ 2 DC എന്നുള്ള ഫാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്പേസിൽ 2 DC, 2 ചെയിൻ 2 DC ചെയ്തു. ഇനി അടുത്ത 4 സ്റ്റിച്ചിലും ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് സ്റ്റിച്ച് ചെയിനിൽ ഒരു DC ചെയ്തു, സെക്കൻഡ് ചെയിനിലും നമ്മൾ ഒരു DC ചെയ്തു, തേർഡ് ചെയിനിലും ഒരു DC ചെയ്യുക, ഫോർത്ത് ചെയിനിലും ഒരു DC ചെയ്യുക. ഇനി ഫിഫ്ത്ത് ചെയിനിലാണ് നമ്മൾ ഒരു ഫാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. 2 DC, ചെയിൻ 2 DC, സെയിം സ്പേസിൽ തന്നെ ചെയ്യുക. 2 DC, ചെയിൻ 2, സെയിം സ്പേസിൽ തന്നെ 2 DC കൂടി ചെയ്യുക. അപ്പോൾ ആ ഒരു ചെയിനിൽ നമുക്ക് 4 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ഉണ്ടാവും. അത് നമ്മൾ ഫാൻ സ്റ്റിച്ചായിട്ട് കൗണ്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ 2 DC, 2 ചെയിൻ 2 DC ഒരു ചെയിൻ തന്നെ ചെയ്യും. ബാക്കി 4 ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ആ ഒരു പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് ചെയിനിലും ഒരു ഡബിൾ ക്രോഷ്യ, തേർഡ് ചെയിനിലും ഒരു ഡബിൾ ക്രോഷ്യ, ഫോർത്ത് ചെയിനിലും ഒരു ഡബിൾ ക്രോഷ്യ, ഫിഫ്ത്ത് ചെയിനിലാണ് നമ്മൾ ഫാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഫാൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഒരു ചെയിനിൽ തന്നെ 2 DC, 2 ചെയിൻ 2 DC ചെയ്യുന്നതിനാണ് കേട്ടോ. ബിഗിനേഴ്സിന് വേണ്ടിയായിട്ടുള്ള ഒരു ട്യൂട്ടോറിയലും കൂടി ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് സ്റ്റിച്ചസ് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത 4 ചെയിനിലും ഓരോ DC വീതം ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഓരോ റൗണ്ട് ചെയ്യുമ്പോഴും ആദ്യം എഴുതി വെച്ചിട്ട് ചെയ്യണേ ബിഗിനേഴ്സ് ആണെങ്കിൽ. അപ്പോൾ 4 ചെയിൻ സ്റ്റിച്ച് 4 ചെയിനിലും
ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളിവിടെ ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു പോർഷൻസ് ആണ്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇനി ഫസ്റ്റ് ചെയിനിൽ നമ്മൾ ഫാൻ സ്റ്റിച്ചാണ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 DC ചെയിൻ 2 സെയിം സ്പേസിൽ തന്നെ 2 DC കൂടി ചെയ്ത് കൊടുക്കാം. ഈ ഒരു ചെയിനിൽ 2 DC ചെയിൻ 2 DC ചെയ്തു. ഇനി അടുത്ത 4 ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. 1 2 3 4. ഇത് നമ്മൾ 5th ചെയിനിൽ 2 DC ചെയിൻ 2 DC ചെയ്യുക. ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഈ ഒരു എൻഡ് വരെ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. 2 DC ചെയിൻ 2 DC ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 4 ചെയിനിലും ഓരോ DC വീതം ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് മുഴുവൻ ചെയ്തിട്ട് തിരിച്ചു വരാം. ഞാനിവിടെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ റൗണ്ടിൽ നമ്മൾ ഒരു ഫാൻ സ്റ്റിച്ച്, പിന്നെ 3 4 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്, ആ ഒരു പാറ്റേൺ നമ്മൾ ഈ റൗണ്ട് വരെ ഫുള്ള് ചെയ്ത് ഞാനിങ്ങനെ ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ റൗണ്ട് കംപ്ലീറ്റ് ആക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 3 ചെയിൻ ചെയ്തില്ലേ, ആ 3 ചെയിൻ ചെയ്തതിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു സെൻറ്ററിലേക്ക് തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൂടി ചെയ്യുക. അപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ട് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഫാൻ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ നിന്നാണ് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 ചെയിൻ ചെയ്യുക, നേരത്തെ ചെയ്തതുപോലെ തന്നെ 1 DC ചെയ്യുക, പിന്നെ 2 ചെയിൻ ചെയ്യുക, സെയിം സ്പേസിൽ തന്നെ 2 DC കൂടി ചെയ്ത് കൊടുക്കുക. 3 ചെയിൻ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 3 ചെയിൻ നമ്മൾ ഒരു DC ആയിട്ട് കൗണ്ട് ചെയ്യും. അങ്ങനെ 2 DC 2 ചെയിൻ 2 DC ചെയ്തു. ഇനി നമ്മൾ അടുത്ത 4 സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഇവിടെ 2 DC ചെയ്തതുണ്ടാവുമല്ലോ, ആ 2 DC നമുക്ക് സ്കിപ്പ് ചെയ്യാം. ആ സ്കിപ്പ് ചെയ്തിട്ട് ഈ 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3rd ചെയിനിലാണ് നമ്മൾ ഇനി അടുത്ത ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ഈ സ്പേസിൽ നമ്മൾ 2 DC 2 ചെയിൻ 2 DC ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റിച്ച് ചെയ്യുന്നത്. അടുത്ത 4 ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. 1 2, അടുത്ത ചെയിനിൽ 3rd ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 4th ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ഇവിടെയുള്ള ഈ 2 ചെയിൻ സ്കിപ്പ് ചെയ്യുകയാണ്. ഈ 2 ചെയിൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഫാൻ സ്റ്റിച്ചില്ലേ, ആ ഫാൻ സ്റ്റിച്ചിൻ്റെ ആ ഒരു ഡബിൾ ക്രോഷ്യയാണ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് ഈ ഒരു സെൻറ്ററിലേക്കാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ 2 DC 2 ചെയിൻ 2 DC ചെയ്യുക. ഇനി വീണ്ടും ഇവിടുന്ന് 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു സ്പേസ് കിട്ടും. ഇനി അടുത്ത 4 ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെക്കൻഡ് ചെയിനിൽ ചെയ്തു. 3rd ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 4th ചെയിനിലും ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി ഇവിടെ ഈ 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഈ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 DC 2 ചെയിൻ 2 DC ചെയ്യുക. ഇതാണ് ഈ റൗണ്ടിലെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. 3rd ചെയിനിൽ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക.
പിന്നെ സെക്കൻഡ് ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത തേർഡ് ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഫോർത്ത് ചെയിനിലും ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ അടുത്ത 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സെൻറ്ററിൽ 2 DC 2 ചെയിൻ 2 DC ചെയ്യുക. ഇനി 2 ചെയിന് നമുക്കിവിടെ താഴെ ചെയ്ത 2 ചെയിൻ സ്കിപ്പ് ചെയ്യാം. അടുത്ത ചെയിനിൽ ഇവിടുന്ന് തേർഡ് ചെയിനിലാണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, അടുത്തതിൽ സെക്കൻഡ് ഡബിൾ ക്രോഷ്യ ചെയ്യുക, അടുത്ത ചെയിനിൽ തേർഡ് ഡബിൾ ക്രോഷ്യ ചെയ്യുക, അടുത്ത ചെയിനിൽ ഫോർത്ത് ഡബിൾ ക്രോഷ്യ ചെയ്യുക. നമ്മൾ ഇവിടെ ഈ 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. അടുത്തതിൽ ഒരു ഫാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 DC 2 ചെയിൻ 2 DC ചെയ്യുക. 1 2 2 ചെയിൻ സെയിം സ്പേസിൽ തന്നെ 2 DC ചെയ്ത് കൊടുക്കുക. 1 2. ഇനി അടുത്ത 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. തേർഡ് ചെയിനിൽ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൽ മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൽ നാലാമത്തെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 4 ഡബിൾ ക്രോഷ്യ 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഫാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഈ ഒരു റൗണ്ടിലെ പാറ്റേൺ എന്ന് പറയുന്നത്. ഈ റൗണ്ട് മുഴുവനും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മളുടെ സെക്കൻഡ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തിട്ടുള്ള ആ 3 ചെയിനിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ഈ സെൻറ്ററിലേക്ക് ഒരു സ്ലീപ്പ് സ്റ്റിച്ചും കൂടി ചെയ്യാം. വീണ്ടും ചെയിൻ 3 ചെയ്യുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ 1 DC 2 ചെയിൻ 1 DC ചെയ്യുക. സെയിം സ്പേസിൽ 2 ചെയിൻ 2 DC ചെയ്ത് കൊടുക്കുക. 3 ചെയിൻ നമ്മളൊരു DC ആയിട്ട് കൗണ്ട് ചെയ്യും. നമ്മൾ ഈ 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. അടുത്ത 4 ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 4. അടുത്ത 4 ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് സെൻറ്ററിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. സെൻറ്ററിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 2 DC 2 ചെയിൻ 2 DC ചെയ്യുക. ഇനി വീണ്ടും നമ്മൾ 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. അടുത്ത ചെയിനിൽ തേർഡ് ചെയിനിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. അടുത്ത ചെയിനിൽ സെക്കൻഡ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അടുത്ത ചെയിനിൽ തേർഡ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അടുത്ത ചെയിനിൽ ഫോർത്ത് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ നമ്മൾ ഫാൻ സ്റ്റിച്ച് ചെയ്തു. 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 4 ഡബിൾ ക്രോഷ്യ ചെയ്തു. വീണ്ടും 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഈ സ്പേസിൽ ഒരു ഫാൻ സ്റ്റിച്ച് ചെയ്തു. പിന്നെ 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 4 ഡബിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ ഇവിടെ 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഈ സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഫാൻ സ്റ്റിച്ച് ചെയ്യുക. 2 ഡബിൾ ക്രോഷ്യ 2 ചെയിൻ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. നമ്മൾ ഈ റൗണ്ട് മുഴുവൻ ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ആക്കുക. ഇനി നമുക്ക് എത്ര ലെങ്ത്ത് വേണം നോക്കിയിട്ട് അത്രയും ലെങ്ത്തിൽ ഈ ഒരു പാറ്റേൺ സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഒരു 10 റൗണ്ട് കൂടി 10 15 റൗണ്ട് കൂടി ചെയ്തിട്ട് എത്രയാണോ നമുക്ക് മെഷർമെൻറ്റ് 19 ഇഞ്ചാണ് ടോട്ടൽ വേണ്ടത്. അത്രയും മെഷർമെൻറ്റ് കിട്ടുന്ന വരെ ഈ ഒരു പാറ്റേൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ടോട്ടൽ 25 റോ ചെയ്തിട്ടുണ്ട്. 25 റോ ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ മെഷർമെൻറ്റ് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് എത്ര മെഷർമെൻ്റ് ആണോ വേണ്ടത് അത്രയും റോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് 19 ഇഞ്ചാണ് വേണ്ടത്. ഇവിടെ ടോപ്പിൽ ഒരു 3 ഇഞ്ച് നമുക്ക് സ്ലീവിനായിട്ട് വിടണം. അതിന് ശേഷം ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്കിവിടെ എടുത്തപ്പോൾ 19 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഞാനിവിടെ യാണ് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ സ്കേർട്ടിൻ്റെ ഭാഗം റെഡി ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ അപ്പർ പാർട്ട് ചെയ്യാം. അപ്പർ പാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പർ പാർട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ ഏതെങ്കിലും ഒരു കോർണർ, രണ്ടും ഫ്രണ്ടും ഒരുപോലെ തന്നെയാണ്, ഫ്രണ്ടും ബാക്കും ഒക്കെ. അപ്പോൾ ഏത് ഭാഗമാണെങ്കിലും നോക്കിയിട്ട് എടുക്കുക. ഈ ഒരു കോർണറിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിന് ശേഷം കുറച്ച് ടെയിൽ എൻഡ് എടുത്തിട്ട് നമുക്ക് കുറച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കൗണ്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, മെഷർമെൻറ്റ് എടുത്താൽ മതി. എനിക്കിപ്പോൾ 3 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് 2.5-3 ഇഞ്ച് മെഷർമെൻറ്റ് വേണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെ മടക്കി വെച്ചിട്ട് 2.5 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ചിൻ്റെ അടുത്ത് മെഷർമെൻറ്റ് വേണം എനിക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങളതുപോലെ നോക്കിയിട്ട് എത്ര മെഷർമെൻ്റ് ആണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഏകദേശം നമുക്ക് മെഷർമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും കറക്റ്റ് എത്ര മെഷർമെൻ്റ് എന്ന് നോക്കാം. കറക്റ്റ് ഞാനിവിടെ 5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 5 ഇഞ്ചിൽ ഞാൻ ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് എടുത്തിട്ട് നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ കൈ ഇവിടെ ജോയിൻ ചെയ്യാണ്. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്തിട്ട് നമുക്ക് ചെയിൻ 1 ചെയ്ത് യാണ് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുക, ടൈറ്റാക്കി കൊടുക്കുക. ഇവിടെ ജോയിൻ്റ് ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് അടുത്ത ഭാഗത്തും ചെയ്ത് കൊടുക്കാം. 5 ഇഞ്ചിൻ്റെ വലുപ്പത്തിൽ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. എപ്പോഴും മെഷർമെൻറ്റ് എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഇതിൽ തന്നെ കിട്ടും. അല്ലെങ്കിൽ ചെയിൻ കൗണ്ട് ചെയ്താലും മതി. നോക്കാം. നമുക്കിവിടെ മെഷർമെൻറ്റ് നോക്കിയപ്പോൾ കറക്റ്റ് 5 ഇഞ്ചാണ്. നമുക്കിനി ഈ ഭാഗത്തേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്യുക. വെച്ച് ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഈ ആണും നേരത്തെ നമ്മൾ ടൈലൻ്റ് എടുത്ത ഈ ആണും കൂടി ഒന്നിച്ച് കെട്ടി കൊടുക്കുക. ഈ ആണ് ഇവിടെ ഉള്ളിലേക്ക് ആക്കിയിട്ടൊരു നോട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു ഭാഗം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ടൈലൻ്റ് അധികം എടുത്തിട്ട് ഈ ഒരു കോർണറിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ടൈലൻ്റ് അധികം എടുത്തിട്ട് ചെയിൻ 1 ചെയ്യുക. എന്നിട്ട് ഈ അപ്പർ പാർട്ടിലേക്ക് ഈ മുകളിലുള്ള ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്ന അതിലാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട്
സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ചെയിൻ സ്റ്റിച്ചിലും എത്തും, ചെയിൻ സ്റ്റിച്ചിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ ഇവിടെ ചെയ്തിട്ട് ഈ ഒരു എൻ്റെ എത്തുന്നവരെ നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള ആ ഒരു പാറ്റേൺ ചെയ്ത് കൊടുക്കുക. ചെയിൻ സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ചെയിൻ സ്റ്റിച്ചിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് ചെയിൻ സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു യാണുണ്ടല്ലോ നമ്മൾ ടൈലൻഡ് നേരത്തെ ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ടൈലൻഡാണ്. അതിങ്ങനെ ഇതിൻ്റെ കൂടെ ഒന്ന് ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്കിങ്ങനെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ യാണ് അതിൻ്റെ കൂടെ ഹൈഡായി പോയിക്കോളൂ കേട്ടോ. അതുപോലെ നമ്മൾ അടുപ്പിച്ച് കട്ട് ചെയ്യുമ്പോൾ ഈ ചെയിൻ സ്റ്റിച്ച് ചെയ്തത് ഊരി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ യാണ് അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഹൈഡായി ഒരുമിച്ച് പിടിക്കുമ്പോൾ ഹൈഡായി പോയിക്കോളും. അങ്ങനെ നമ്മൾ ഈ ഒരു ചെയിൻ സ്റ്റിച്ചിലും പിന്നെ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ഭാഗത്തു നിന്ന് വരെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഞാനിവിടെ എല്ലാ ചെയിനിലും ഇങ്ങനെ ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തിട്ട് നമ്മളിവിടെ ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ താഴത്തേക്ക് ഈ ഒരു കോർണറിൻ്റെ താഴത്തേക്ക് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് വർക്ക് ടേൺ ചെയ്യാം. നമ്മൾ ബാക്ക് സൈഡിലാണ്, ഈ ഒരു ബാക്ക് സൈഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ മുകൾ ഭാഗത്തേക്ക് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിവിടെ ഒരു ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും കാണാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇനി സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ ഒരു ഫ്രണ്ട് ലൂപ്പ് ഇങ്ങനെ കാണിച്ചു തരാം. ഇത് ഇവിടെ ഉള്ളത് ഫ്രണ്ട് ലൂപ്പും ഇത് ബാക്ക് ലൂപ്പുമാണ്. അപ്പോൾ നമ്മൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇനിയുള്ള വർക്കുകൾ ചെയ്യുന്നത്, സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക, സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൻ്റെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു ഈ ഒരു ഭാഗം എത്തുന്ന വരെ എല്ലാ ചെയിനിലും സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ബാക്ക് ലൂപ്പാണ് ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ആ ഒരു വ്യത്യാസമുള്ളൂ. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക, സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇങ്ങനെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്ക് ആ ഫ്രണ്ട് ലൂപ്പ് ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ ഇത് ഈ ഒരു റൗണ്ട് ഫുള്ളും ഇവിടെ വരെ ചെയ്തിട്ട് ഈ ഒരു എൻഡ് വരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിങ്ങനെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഒരു ഈ അടുത്ത ഈ ഒരു താഴെ ഭാഗത്ത് ഇവിടേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് വർക്ക് ടേൺ ചെയ്യാം. വർക്ക് ടേൺ ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ മറ്റേ ഒരു ഭാഗം എത്തുന്ന വരെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക, സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് വരെ ചെയ്ത് കൊടുക്കാം. മൂന്നാമത്തെ റൗണ്ടാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്യുന്നത്. ഞാനിവിടെ തേർഡ് റൗണ്ട് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഈ ഒരു
താഴെ ഭാഗത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അതിന് ശേഷം നമുക്ക് വർക്ക് ടേൺ ചെയ്യാം. നേരത്തെ ചെയ്തപോലെ തന്നെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് 4ാമത്തെ റൗണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം ചെയ്യുന്നത്. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. നേരത്തെ നമ്മൾ ആ ഒരു ഭാഗത്തുനിന്ന് വരെ, ഈ ഒരു ഭാഗത്തുനിന്ന് വരെ ചെയ്യുക. ചെയ്തിട്ട് തിരിച്ചു വരാം. നമുക്ക് ഇങ്ങനത്തെ ഒരു മോഡലാണ് കിട്ടുക. ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ 5ാമത്തെ റൗണ്ട് ചെയ്ത് ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് വർക്ക് ടേൺ ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മളെ 5th റൗണ്ടാണ്. അങ്ങനെ ചെയ്തിട്ട് ഈ ഒരു അറ്റം വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് അപ്പർ പാർട്ടിലേക്ക് നമ്മൾ ചെയ്യുന്നില്ല. നമുക്കിനി ഇവിടെ താഴത്തേക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് വർക്ക് ടേൺ ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് 1 2 3 4 5 5 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ബാക്ക് ലൂപ്പ് യൂസ് ചെയ്ത് ചെയ്യുക. പിന്നെ ചെയിൻ 1 ചെയ്യുക. വർക്ക് ടേൺ ചെയ്യുക. വീണ്ടും 5 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 ചെയിൻ 1 ചെയ്ത് വർക്ക് ടേൺ ചെയ്തത് ഒരു സിംഗിൾ ക്രോഷേ ആയിട്ട് കൗണ്ട് ചെയ്യും. അങ്ങനെ 5 ആയി. താഴത്തേക്ക് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് വർക്ക് ടേൺ ചെയ്യാം. നമ്മൾ ബാക്ക് സൈഡിൽ ഇതുപോലെ തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 ചെയിൻ 1 ചെയ്യുക. വർക്ക് ടേൺ ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് വരെ, ഈ ഒരു ഭാഗത്ത് എത്തുന്ന വരെ ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് സ്റ്റിച്ചേ ഉള്ളൂ. ഇത്രയും സ്റ്റിച്ചിലും നമ്മളിങ്ങനെ ഈ ഒരു പാറ്റേൺ ചെയ്ത് കൊടുക്കുക. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്താൽ മാത്രം മതി. ബാക്കി എല്ലാത്തിലും നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യും. പിന്നെ താഴെ ഭാഗത്ത് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വർക്ക് ടേൺ ചെയ്യുക. ഇങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 ചെയ്യുക. വർക്ക് ടേൺ ചെയ്യുക. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ എത്തുന്ന വരെ നമുക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ ഇവിടെ നിന്ന് തൊട്ടിട്ട് ഇങ്ങനെ 5 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ബാക്ക് ലൂപ്പ് യൂസ് ചെയ്ത് ഇങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിവിടെ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യാനായിട്ട്
2 ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. ഈ ഭാഗത്തെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക, ഈ ഭാഗത്തെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക, മറ്റേ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഈ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക, മറ്റേ ഭാഗത്തെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക, ഈ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അടുത്തതും ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. ഇതിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക, യാൺ കട്ട് ചെയ്യുക. യാണിങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു ഭാഗം ഇവിടെ ജോയിനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ ഒരു യാണ് നമുക്കിങ്ങനെ ഉള്ളിലേക്ക് ഹൈഡാക്കി കൊടുക്കാം. ഇങ്ങനെയുള്ള ഒരു സ്ട്രാപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സൈഡ് ഇങ്ങനെ ആയിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഈ അടുത്ത ഭാഗവും ഈ ഒരു പോർഷനും ചെയ്തെടുക്കാം. ചെയ്യാനായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് കുറച്ച് യാണ് യൂസ് ചെയ്തിട്ട് ഇവിടുന്ന് ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് ചെയിൻ 1 ചെയ്യാം. സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ മുകൾ ഭാഗത്തേക്ക് നമുക്ക് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഈ ടൈലൈറ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഹൈഡാക്കിയിട്ട് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഭാഗത്ത് ചെയ്ത പോലെ തന്നെ ഈ ഭാഗത്തും ചെയ്യാം. ഈ ഒരു എൻ്റെ എത്തുന്ന വരെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ താഴത്തേക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് വർക്ക് ടേൺ ചെയ്യുക. നമ്മൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് സെക്കൻഡ് റൗണ്ട് ചെയ്യുക. അടുത്ത ആ അറ്റത്തുനിന്ന് വരെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. അങ്ങനെ നമ്മൾ 5 റൗണ്ട് ഇതുപോലെ ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് ചെയ്ത പോലെ തന്നെ 5 റൗണ്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. നമുക്ക് സ്ട്രാപ്പ് ഇങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഫ്രോക്ക് നല്ല ഭംഗിയുണ്ടാവും കുട്ടിക്ക് ഇട്ടാൽ. അതുപോലെ വേണമെങ്കിൽ നമുക്കിവിടെ ഒരു ലെയർ പോലെ വെച്ച് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ടൈലൻ്റ് അധികം എടുത്തിട്ടുണ്ട്. ഈ ഒരു എൻഡിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരു 1 2 3 ചെയിൻ ചെയ്യാം. ഒരു സെയിം സ്പേസിൽ തന്നെ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. 3 ചെയിൻ ചെയ്തു. സെയിം സ്പേസിൽ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത സ്പേസിലും നമുക്ക് 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഓരോ ചെയിനിലും 3 ഡബിൾ ക്രോഷേ 3 ഡബിൾ ക്രോഷേ എന്നുള്ള രീതിയിൽ നമുക്കിങ്ങനെ ചുറ്റും ചെയ്ത് കൊടുക്കാം കേട്ടോ. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ലെയറായിട്ട് ഇവിടെ കിട്ടും. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 3 അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 2 3 ഉണ്ടോ. അപ്പോൾ ഇങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ കിട്ടും.
അപ്പോൾ ഇതെല്ലാ ചെയിനിലും നമ്മളിങ്ങനെ 3 ഡബിൾ ക്രോഷ്യ എന്നുള്ളത് ഈ ഒരു അറ്റം വരെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. നമ്മളിങ്ങനെ 3 ഡബിൾ ക്രോഷ്യ ഉള്ളത് ഒരറ്റം വരെ ചെയ്തിട്ട് ഈ ഒരറ്റം വരെ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ഒരു ഭാഗത്തും ചെയ്യുക. ഈ 2 ഭാഗത്തും ചെയ്തിട്ട് നമുക്ക് നമ്മൾ വർക്ക് ഫിനിഷ് ആവും. അപ്പോൾ അതൊന്ന് ചെയ്തിട്ട് തിരിച്ചു വരാം. ഞാനിവിടെ ഇങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് ഈ ഒരു ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ലാസ്റ്റിലും നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. എന്നിട്ട് ഈ താഴെ വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, കോർണറിൽ വരുന്ന ഭാഗത്തേക്ക് ഒക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. ശേഷം യാണിങ്ങനെ വലിച്ച് ടൈറ്റ് ആക്കുക. ഇത് ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഈ യാണൊന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുത്തിട്ട് ഇതൊന്ന് സെക്യൂറിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇതല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ നൂല് കട്ട് ചെയ്യുമ്പോൾ ഊരി പോകാനൊക്കെ ചാൻസ് അധികമാണ്. അപ്പോൾ ഇങ്ങനെ 1-2 പ്രാവശ്യം ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു ചെയിനിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ 1-2 പ്രാവശ്യം ഇങ്ങനെ കെട്ടിക്കൊടുക്കുമ്പോൾ പിന്നെ ബാലൻസ് വരുന്നതാണ് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കിയാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ ഭാഗമുള്ളതും ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 ഭാഗവും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു ഇതേപോലെ നമുക്ക് കുറച്ച് ഫ്രണ്ട് പോസ്റ്റും ബാക്ക് പോസ്റ്റ് ചേച്ചിച്ച് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു സ്ട്രാപ്പിൻ്റെ ഭാഗത്തു നിന്ന് 1 2 3 മൂന്നാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് കുറച്ച് ടൈലൻ്റ് അധികം എടുത്തിട്ട് യാണ് ചെയിൻ 1 ചെയ്യുക. എന്നിട്ട് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം ഈ താഴെ വരുന്ന ഈ ഒരു കോർണറിൽ ഈ 2 ഭാഗം ചെയിൻ ഉണ്ടല്ലോ, ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്തതിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ വർക്ക് ടേൺ ചെയ്യുക. ടേൺ ചെയ്തിട്ട് ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യുക. 1 2 3 3 സിംഗിൾ ക്രോഷ്യ ചെയ്തു, ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തു. ചെയിൻ 1 ചെയ്യുക, നമ്മൾ വർക്ക് ടേൺ ചെയ്യുക. ഇനി ഇവിടെയും ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. 3 ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള അങ്ങനെ 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഈ അടിഭാഗത്തേക്ക് ഉള്ള ഭാഗത്ത് ആദ്യം ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി അടുത്ത ചെയിനിൽ ചെയ്യുക. എന്നിട്ട് വർക്ക് ടേൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗം 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യാനുള്ളത്. അത് നമ്മൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത സെയിം പാറ്റേൺ തന്നെയാണ്. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. ഇങ്ങനെയുള്ളൊരു ഭാഗം കിട്ടാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അടുത്തത് നമ്മൾ വർക്ക് ടേൺ ചെയ്തിട്ട് ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഈ താഴ്ഭാഗം വരുമ്പോൾ മാത്രം ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. താഴത്ത് വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ വർക്ക് ടേൺ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക, ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഈ ഒരു ഇതുവരെ ചെയ്യുക. ഇതുവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ഞാനിവിടെ 3 ചെയിൻ സ്റ്റിച്ച് 3 സിംഗിൾ ക്രോഷ്യ ഇങ്ങനെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് ചെയ്തിട്ട്.
അപ്പോൾ നമുക്കിനി ഇത് ജോയിൻ ചെയ്യാനായിട്ട് ഈ ഒരു ഭാഗത്തെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. അതുപോലെ നമ്മൾ മറ്റേ ഭാഗത്തെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. പിന്നെ ഈ ഭാഗത്തെ സ്ട്രാപ്പിൻ്റെ ഭാഗത്തെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക, സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക. ഇനി ഈ ഭാഗത്തെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക, നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക. ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക, സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്കിത് മുഴുവനും ജോയിൻ ചെയ്തെടുക്കുക. ഈ ഒരു യാണിനെ ഈ ചെയിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക. ഇങ്ങനെ ചെയ്തിട്ട് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയിൻ 1 ചെയ്യാം. യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. യാണ് കട്ട് ചെയ്തതിന് ശേഷം അതിങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ ഫ്രോക്കിൻ്റെ വർക്ക് ഇവിടെ ഇതുപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തും ചെയ്തെടുക്കാം. ഞാൻ ഈ ഭാഗത്തും ചെയ്തിട്ടുണ്ട്, 2 ഭാഗത്തും ഇതുപോലെ ചെയ്തെടുക്കാം. ഈ വരുന്ന യാണ് നമുക്ക് ബാക്കിലേക്ക് ആക്കിയിട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ടൈലൻ്റ് എടുത്തിട്ടുള്ള ഒരു യാണുണ്ടാവും, ആ യാണും ഈ യാണും കൂടി ഒന്ന് കൂട്ടി കെട്ടി കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഇങ്ങനെ ഉള്ളിലേക്ക് എടുത്തിട്ട് ചെയ്ത് കൊടുത്താലും മതി. ബാക്കി വരുന്ന യാണ് നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഫ്രോക്കാണിത്. അപ്പോൾ ഫ്രോക്കിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതാ നല്ല ക്യൂട്ടായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക, ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇത് ഏത് കളേഴ്സിലും നമുക്ക് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ കളർഫുള്ളാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ ഒറ്റ കളറിൽ ചെയ്യുമ്പോഴാവും ഒന്നും കൂടി ഭംഗി ഉണ്ടാവുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്.